ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ആദ്യം തന്നെ നമുക്ക് ദുരന്തർ 2-ൻ്റെ കോൺട്രവേഴ്സി നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് ഈ സിനിമയുടെ നമ്മുടെ ഈ പറഞ്ഞ പ്രതിച്ഛായം എന്ന് പറഞ്ഞ സിനിമയുടെ ഒപ്പീനിയൻ കുറച്ച് വൈകും. ഒരു കാര്യം വളരെ ക്ലിയർ ചെയ്യണം. ബിക്കോസ് ദുരന്തർ 2-ൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നെ അവരെല്ലാവരും കൂടെ പലതും ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു പരിധി വരെ എനിക്ക് അവരെ മനസ്സിലാവും. ബിക്കോസ് ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റി. ഞാൻ ആ തെറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാണെന്ന് പറയാൻ തന്നെ വന്നതാണ്. ഞാൻ ആ ദുരന്തർ 2-നെ കംപ്ലീറ്റ് ഫിക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. തെറ്റാണത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഐ ആക്ച്വലി അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഐ വാസ് റോങ്. കംപ്ലീറ്റ് ഫിക്ഷൻ എന്ന് ഒരു കാരണവശാലും പറയാൻ പാടില്ലായിരുന്നു. ബിക്കോസ് ഇത് റിയാലിറ്റിയാണ്. നമ്മളുടെ സോൾജേഴ്സ് അവിടെ പോയി കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന എല്ലാം എന്താ പറയുക, ഇമാജിനേഷൻ ആണെന്നുള്ളൊരു ഇതിലോട്ട് മാറി. അതുകൊണ്ട് ഈ രോഷം കൊള്ളുന്നവരുടെ എനിക്കൊരു മനസ്സിലായി, എനിക്ക് എന്താണെന്ന് എൻ്റെ തെറ്റും എനിക്ക് മനസ്സിലായി. ഞാൻ ആ പറഞ്ഞത് ശരിയായില്ല, അത് എൻ്റെ വായിൽ നിന്ന് വന്ന ഒരു പിഴയാണ്, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓൾ ഐ ക്യാൻ സേ ഇസ് ദാറ്റ് ഐ എം റിയലി സോറി ഇഫ് ദാറ്റ് ഹാസ് ഹേർട്ട് പീപ്പിൾ. പക്ഷേ ഐ സ്റ്റിക്ക് ടു വാട്ട് ഐ സെഡ് ഫോർ വൺ തിങ്. അതായത് ഈ സിനിമയിൽ കാണിക്കുന്ന എല്ലാം 100% ശരിയല്ല. ഈ സിനിമയാക്കി അവരെടുക്കാനായിട്ട് ഒരുപാട് രീതിയിൽ മാറ്റങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഐ വുഡൻ സേ ദാറ്റ് ദിസ് ഈസ് 100% ഷുവർ ട്രൂത്ത്. ഇതിലൊരുപാട് പ്രൊപ്പഗാൻഡ ഈ ദുരന്തർ 2-ലുണ്ട്. അത് ആ സംവിധായകൻ്റെ പൊളിറ്റിക്സാണ് പുള്ളി പറയുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞ കാര്യം തന്നെ എനിക്ക് ഇവിടെയും പറയാനുള്ളത്. നിങ്ങൾ അതിനെ വിലയിരുത്തി സിനിമയെ കാണാതിരിക്കരുത്. ഗംഭീര സിനിമ തന്നെയാണ്. നമ്മളുടെ ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് പോകുന്ന സ്പൈകൾ അനുഭവിക്കുന്നതും അവർ അക്കംപ്ലിഷ് ചെയ്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. ഒരുപാട് നമ്മളെ നാട്ടിൽ അറ്റാക്ക് ചെയ്ത അവരെയൊക്കെ അവരൊന്നും ഇപ്പോൾ ഈ ലോകത്തില്ല. അപ്പോൾ അവരെയൊക്കെ ശിക്ഷിച്ചതൊക്കെ ഒരു രീതിയിൽ ഇവരൊക്കെ തന്നെയാണ്. ഞാൻ പറയാം, നല്ലൊരു നാഷണലിസ്റ്റ് സിനിമ തന്നെയാണ്. ഞാൻ അത് ഇന്നും പറയുന്നു. പക്ഷേ അതാണ് ഞാൻ നേരത്തെ ആ ഒരു വീഡിയോയിലും പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രൊപ്പഗാൻഡ കണ്ടിട്ട് നിങ്ങളാരും ഈ സിനിമ കാണാതിരിക്കരുത്. അത്ര ഗംഭീര രീതിയിലാണ് സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയുന്നു. ആൻഡ് ഐ എം റിയലി സോറി ഇഫ് ഫോർ ദ കംപ്ലീറ്റ് ഫിക്ഷൻ എന്ന് പറഞ്ഞതിന് സോറി. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എന്തിനായിരുന്നിട്ട് പ്രതിച്ഛായ. നമ്മുടെ നിവിൻ പോളി അഭിനയിച്ച ഒരു സിനിമയാണ് ഗൈസ്. ഞാനൊന്ന് കാസ്റ്റിംഗ് ക്രൂ ഒക്കെ എടുത്തോട്ടെ കേട്ടോ. പ്രതിച്ഛായ ഓക്കെ, യെസ്. ബി ഉണ്ണികൃഷ്ണനാണ് ഈ സിനിമയുടെ ഡയറക്ടർ. റൈറ്റർ ആരുടെ? റൈറ്ററും ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാം. സിനിമ എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ചുമ്മാ ഒരു 1 ടൈം വാച്ച് കാണാം. ഭയങ്കര സംഭവമൊന്നുമല്ല. ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. നമ്മൾ ലയണും മുതൽവനും പിന്നെ രാമലീലയൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഒരു അത്യാവശ്യം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിവെഞ്ച് സ്റ്റോറി പോലത്തെ ഒരു സാധനം. നമ്മുടെ ഒരു ഫാദർ ഫിഗറിനൊരു ഒരു പ്രശ്നം ഉണ്ടാവുകയും ആ ഒരു സാധനത്തിന് നീതി കൊണ്ടുവരാൻ നടക്കുന്ന ഒരു മകൻ, ഇതൊക്കെ നമ്മൾ പല രീതിയിലും പല പടങ്ങളിലും കണ്ടിട്ടുള്ള സാധനത്തിൻ്റെ പുതിയ ഒരു പൊളിറ്റിക്കൽ പരിപാടിയിൽ അവരതിനെ പിടിച്ചിട്ടുണ്ട്. ഈ സിനിമയിലും നമ്മൾ കേട്ടതും കണ്ടതൊക്കെ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും അല്ല. ഈ കോർപ്പറേറ്റും അവർ മീഡിയ കൺട്രോൾ ചെയ്യുന്നതും ഡേറ്റ കൺട്രോൾ ചെയ്യുന്നതും അതിനെയൊക്കെ കുറിച്ചാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ അഭിനയിച്ചിരിക്കുന്നത് ഒരുപാട് കിടിലം ആക്ടേഴ്സ് ഉണ്ട്. ഹരിശ്രീ അശോകനുണ്ട്, ആൻ അഗസ്റ്റിനുണ്ട്, അതേപോലെ സാബിത ആനന്ദുണ്ട്, വിഷ്ണു അഗസ്ത്യയുണ്ട്. വിഷ്ണു അഗസ്ത്യ നല്ല ചൊറി ക്യാരക്ടറായിരുന്നു, നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാലചന്ദ്ര മേനോൻ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ബാലചന്ദ്ര മേനോൻ, മോനെ നീ എൻ്റെ കുട്ടനല്ലടാ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ബാലചന്ദ്ര മേനോനെ സ്ക്രീനിൽ കണ്ടത് ഭയങ്കര. ഐ തിങ്ക് ഈ സിനിമയിൽ പുള്ളി നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ആക്ടിങ് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബാലചന്ദ്ര മേനോൻ്റെ പെർഫോമൻസ് ആണ്. നിവിൻ പോളിയുണ്ട്, മണിയമ്പിള്ള രാജു, നിഷാന്ത് സാഗർ, സായി കുമാർ, ഷറഫുദ്ദീൻ എന്ന് പറയേണ്ട ഒരുപാട് ഒരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. അത്യാവശ്യം നമുക്ക് ചുമ്മാ ടൈം പാസിന് വേണ്ടി ഇപ്പോൾ പൊളിറ്റിക്കൽ ഡ്രാമയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ് നിങ്ങൾക്ക് പോയിരുന്ന് കാണാം. ഭയങ്കര രസമായിട്ട് ഭയങ്കര ഒന്നും പറയാനില്ല, ഭയങ്കര ഹൈ മൂവ്മെൻറ്റ്സ് തരുന്ന അങ്ങനെയൊന്നുമില്ല ഒരു പടം. നമുക്കിങ്ങനെ മോശം പറയാനായിട്ടുള്ള 2 സാധനങ്ങൾ. ഒന്ന്, ഭയങ്കര നാടകീയത. എനിക്ക് അത് ഡയലോഗ്സിലാണ് കേട്ടോ. ഭയങ്കര നാടകീയത ഫീൽ ചെയ്ത് ഡയലോഗ്, സീൻ
സെറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു ചെറിയ നാടകീയതയുണ്ട്. അതായത് ഒരാളൊരു ഇൻഫോർമേഷൻ പറയാൻ വേണ്ടി വീട്ടിലോട്ട് വരികയാണ്. ആ ആൾ വീട്ടിലോട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ ആളെ ഫോൺ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നിട്ട് ആ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്കത് മനസ്സിലായില്ല. ആരാ അങ്ങനെ ഓർഗാനിക്കലി എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിലൊരു ഓർഗാനിക് എന്ന് പറയുന്ന സാധനം ഭയങ്കര കുറവ്. ഭയങ്കര ചില വാക്കുകൾ ഇതൊക്കെ ഭയങ്കര നാടകീയതയാണ്. നമുക്കൊരു എന്താ പറയുക, അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്യും, കണക്ഷൻ വിട്ടുപോകും. ഇങ്ങനെയൊക്കെ മനുഷ്യർ സംസാരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കൂലേ? ആ ഒരു സാധനം വരും. എനിക്ക് അങ്ങനത്തെ ഒരു സാധനം ഈ സിനിമയിൽ ത്രൂ ഔട്ട് അടിച്ചായിരുന്നു. പിന്നെ മ്യൂസിക് ജസ്റ്റിൻ വർഗീസാണ്. കുഴപ്പമില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഒരു കുഴപ്പമില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമാറ്റോഗ്രഫി വാസ് ഫാൻറ്റാസ്റ്റിക്. ചന്ദ്രു സെൽവരാജ് കിടിലം കളറിങ്ങും ലൈറ്റിങ്ങും ക്യാമറ വർക്കും അടിപൊളി. കുറേ നല്ല ഫ്രെയിമുകളുണ്ട് ഈ സിനിമയിൽ, അത് സൂപ്പറായിരുന്നു. പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നെടുവിൽ, ആർട്ട് ഡയറക്ടർ അജി കുട്ടിയാനി, പിന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എം കാർത്തികേയൻ. അങ്ങനെ പോവുകയാണ്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ അത്യാവശ്യം ഞാൻ പറയില്ല, ഒരു ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലുമൊക്കെ കട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നതെന്നൊക്കെ ചോദിച്ചാൽ കുറേ കൊണ്ടുവന്ന ഒരുപാട് മറ്റേ സ്ലോ മോഷൻ സാധനങ്ങളുണ്ട്. ഇങ്ങനെ വന്ന് നിൽക്കുന്നതും ടാറ്റ കാണിക്കുന്നത് അതൊക്കെ ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ ഇട്ടേക്കുക. അത് ഞാൻ പറയില്ല, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യും. പിന്നെ വേറൊരു സാധനമുണ്ട്, ഒരാൾ വിളിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരൻ സന്തോഷമാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് കോള്. എന്തിനി ഒരു കോള്, ഒരു ഓവർ ദ ഹെഡ് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്നും വേണ്ട, സജഷൻ ആരെ പിടിക്കുകയാണെങ്കിൽ അവിടെ ഇരുത്തുക. സജഷൻ ഷോട്ടിൽ ഫോൺ വരണതന്നെയാണ്, അതിൽ തന്നെ പേരെഴുതി കാണിക്കുന്നു, കോൾ എടുക്കുന്നു, പറ. ആ നാടകീയതയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളൊരാൾ ഫോൺ വരുമ്പോൾ ഇത് എൻ്റെ ആളല്ലേ, ഹലോ എന്നാണ്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് ഈ പടത്തിൽ. അത് ഇറ്റ്സ് വെരി സ്പൂൺ ഫീഡിങ് കൈൻഡ് ഓഫ് നരേഷനാണ്. അതിൻ്റെ ആവശ്യമില്ല. വ്യൂവേഴ്സ് ഹാവ് ബിക്കം വെരി മെച്വർ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ബട്ട് ലൈക്ക് ഐ സെഡ്, എന്നാ പറയാം, എനിക്കങ്ങനെ ബോറൊന്നും അടിച്ചില്ല. ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ പോയി. ഒരു പടം നിവിൻ പോളിയൊക്കെ അത്യാവശ്യം നൈസായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ്, നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ പറഞ്ഞേക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. അടുത്തത് വാഴ 2 ആണ്. ദൃശ്യം 3 മാറ്റിവെച്ച്, അത് മെയിലോട്ട്. എന്തിന്? ഞാൻ വിചാരിച്ച് നാട്ടിൽ വന്നിട്ട് നാട്ടുകാരെവിടെ ഇരുന്ന് നല്ല സൂപ്പറായിട്ടിരുന്ന് കാണാമെന്ന്. എവിടെ അത് പോയി കിട്ടി. അതാണ് നമ്മുടെ ദുബായിലെ യുദ്ധം. അതെന്താവുന്ന ഒരു പിടിയുമില്ല കേട്ടോ. എന്തെങ്കിലും ആയിട്ട് വേണം തിരിച്ചു പോകാൻ. കണ്ടറിയാടെ, നമുക്ക് എന്താണെങ്കിലും നോക്കാം. അപ്പോൾ ശരി, എന്നാൽ ബൈ.